ആരഭി രാഗത്തിലുള്ള രേരെ ശ്രീരാമചന്ദ്ര എന്നുള്ള ഗീതത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഈ ആദ്യത്തെ 3 താളവട്ടം അകാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ത്രിശ്രജാതി ത്രിപുട താളം ആയതുകൊണ്ട് 3 സ്വരം ഒരു മീറ്റിലും പിന്നെ 2 സ്വരം ആയിട്ട് ഓരോ മീറ്റിലും വായിക്കാം. 3 താളവട്ടം. പ മ പ മ ഗ രി. മഗരി സരി സ. ദരി സരി സ. ഇത് 3 താളവട്ടം അകാരം മാത്രമാണ്. അതുകൊണ്ട് 3ഉം 2ഉം 2ഉം ആയിട്ട് തന്നെ താളമിട്ട് വായിക്കാം. ആ ആ ആ ആ ഈ 3 താളവട്ടം അകാരം കഴിഞ്ഞിട്ട് ആശ്രിത ജന പോഷകുരേ എന്ന 2 താളവട്ടമാണ്. ദ സ ദ ദ ദ പ ആശ്രിത ജന. പിന്നെ 3ാമത്തെ കമ്പിയിൽ പാ മാ പ എന്നുള്ള സ്വരം വായിക്കണം. അതിൽ മാ മീട്ടാതെ വായിക്കണം. പോഷ. പിന്നെ ദസ സ എന്നുള്ളത് 2ാമത്തെ കമ്പിയിൽ വായിക്കുക. പോഷകുരേ എന്നാണ് സാഹിത്യം. അതിൽ ഈ പോഷ എന്നുള്ളത് 3ാമത്തെ കമ്പിയിലും കു രേ എന്നുള്ള അക്ഷരങ്ങൾ 2ാമത്തെ കമ്പിയിലും വായിക്കണം. കു രേ ദ സ സ പ മ പ ദ സ സ പോഷ കു രേ. ഇതിനു മുമ്പ് വായിച്ചത് ആശ്രിത ജന എന്നുള്ള കൂടെ ചേർത്ത് വായിക്കണം. അർത്ഥം അങ്ങനെയാണ് വരിക. ആശ്രിത ജന പോഷകുരേ എന്നാണ് വരിക. ആശ്രിത ജന പോഷകുരേ ദ സ ദ ദ ദ പ പ മ പ ദ സ സ. ഇതാണ് വരേണ്ടത്. ഇതിന് മുമ്പ് വായിച്ച 3 താളവട്ടം അകാരവും പിന്നെ ആശ്രിത ജന പോഷകുരേ ഇത് ഒന്നിച്ച് വായിക്കാം. പ മ പ മ ഗ രി മ ഗ രി സരി സ ദ ദ രി സരി സ ദ സ ദ ദ ദ പ പ മ പ ദ സ സ.
ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതിൻ്റെ കൂടെ വായിക്കണം. അതിനു മുമ്പ് ഇത് ഒന്നുകൂടി വായിക്കുക. 3 താളവട്ടം അക്കാരവും പിന്നെ ആശ്രിത ജന പോഷകുരെ എന്നുള്ള 2 താളവട്ടവും ഒന്നുകൂടി വായിക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ളത് സീതാ മനോരഞ്ജനു രേരെ ധീര എന്നുള്ള 3 താളവട്ടമാണ്. രി സ രി മഗരി സീതാ മഗരി മമ പമ നോ രഞ്ജനു മാഗരി ഒരു മീറ്റ്, മാമ ഒരു മീറ്റ്, പിന്നെ പാമ ഒരു മീറ്റ്. നോ രഞ്ജനു പാപ പാപ രേ രേ ധീര സീതാ മനോരഞ്ജനു രേരെ ധീര എന്നാണ് വാക്ക്. ഇതാണ് ആരഭി രാഗത്തിലുള്ള ഗീതത്തിൻ്റെ നമുക്കൊരു 2ാമത്തെ ഭാഗമായിട്ട് കണക്കാക്കാം. അതായത് 3 താളവട്ടം അക്കാരവും പിന്നെ ആശ്രിത ജന പോഷകുരെ സീതാ മനോരഞ്ജനു രേരെ ധീര. ഇത്രയും നമുക്ക് ഒന്നിച്ച് വായിക്കാം. ഇതിൻ്റെ ശേഷഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.